കാലിലുണ്ടായ മുറിവ് പഴുത്ത് വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന യുവാവിന്റെ കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നു. നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത അവസ്ഥയിലാണ് ചികിത്സയിൽ കഴിയുന്ന മാന്നാർ കുട്ടമ്പേരൂർ വൈശാഖത്തിൽ വിനയന്റെ നിർധന കുടുംബം. യുവാവിന്റെ കാലിലുണ്ടായ മുറിവ് പഴുത്ത് വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നതോടെ നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത നിർധന കുടുംബം ചികിത്സാ സഹായത്തിനായി സുമനസ്സുകളുടെ കരുണ തേടുകയാണ്. മാന്നാർ കുട്ടമ്പേരൂർ വൈശാഖത്തിൽ വിനയൻ എന്ന 38-കാരന്റെ കാൽവിരലുകളാണ് മുറിവ് പഴുത്ത് വ്രണമായതിനെ തുടർന്ന് മുറിച്ചു മാറ്റേണ്ടി വന്നത്. പമ്പിങ്ങിന്റെ അസുഖം, അപ്പൊ അത് കാരണം എനിക്ക് കട്ടികൾ ജോലി ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ എന്നാലും ഓട്ടോ ഓടിച്ച് നിൽക്കുമായിരുന്നു. അപ്പം പെട്ടെന്നൊരു ദിവസം എനിക്ക് വയ്യാതെ വന്ന് ഓട്ടോ ഓടിയും നിർത്തിയായിരുന്നു. അതിനുശേഷം ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പം വൈകുന്നേരം ഒരു ബുദ്ധിമുട്ട് പോയപ്പോൾ ഞാൻ മേളത്തിൽ ഇറങ്ങിയായിരുന്നു. അങ്ങനെ മേളത്തിന് പോയി കിലോമീറ്ററോളം നടക്കുമല്ലേ. അന്നേരം നടന്ന് കാലിൽ ചെറിയൊരു തഴമ്പ് പോലെ വന്നതാണ്. അത് പൊട്ടിയിട്ട് മാറിയിട്ട് പിന്നെ പിറ്റേ ദിവസം നോക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു ഇത്. അങ്ങനെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ നോക്കി മാക്സിമം. ഞാൻ എന്നിട്ട് ആ കാര്യത്തിൽ മേളത്തിന് പോയി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് കാലെല്ലാം ഭയങ്കര നീലായി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേന് ഈ കാലിന്റെ തള്ളവരിലോട്ട് ബ്ലഡ് ഓട്ടം ഇല്ല. അതായത് എടുക്കേണ്ട വരുന്നതാണ്. അങ്ങനെ 10-15 ദിവസം കഴിഞ്ഞ് വിരലെടുത്തത്. അപ്പം കാലിന്റെ വെള്ളയ്ക്കുണ്ട് ചെറിയ രീതിയിലുണ്ട്. കടവും മറ്റും വാങ്ങി ഇതുവരെ നടത്തിയ ചികിത്സാ ചെലവിന്റെ ബാധ്യതകൾ കൂടാതെ ദൈനംദിന ചിലവുകളും ഈ നിർധന കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമാണ്. ഈ അവസ്ഥയിലും വിനയന്റെ തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. മരംവെട്ട് തൊഴിലാളിയായിരുന്ന വിനയന്റെ പിതാവ് വിജയൻ ജോലിക്കിടയിലുണ്ടായ അപകടത്തെ തുടർന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളാണ്. വിനയന്റെ 10 വയസ്സുകാരിയായ ഏക മകളുടെ പഠന ചെലവിനും വിനയന്റെ ചികിത്സാ ചെലവുകൾക്കും നിത്യവൃത്തിക്കുമായി വീടുകളിലും കടകളിലും ക്ലീനിംഗ് ജോലി ചെയ്യുകയാണ് വൃദ്ധയായ മാതാവ് ലളിത. സ്വകാര്യ സ്ഥാപനത്തിൽ ഡെലിവറി ബോയിയായ സഹോദരൻ വിനീതിന്റെയും തുച്ഛമായ വരുമാനത്തിലാണ് ഈ കുടുംബം പട്ടിണിയില്ലാതെയെങ്കിലും കഴിയുന്നത്. കുട്ടിക്കാലത്ത് സ്കൂളിൽ വെച്ചുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് വിനയന്റെ കാലിന് മാരകമായ പരിക്കേറ്റിരുന്നു. ഇതിനെ തുടർന്ന് മജ്ജ തെന്നിമാറുകയും കാലുകളിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുകയും ചെയ്തു. കാലിന് സ്വാധീനക്കുറവ് ഉണ്ടായിരുന്നെങ്കിലും വിനയൻ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിത ചെലവുകൾക്കുള്ള വരുമാനം കണ്ടെത്തിയിരുന്നു. 6 വർഷം മുമ്പ് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. വാദ്യകലാകാരൻ കൂടിയായ വിനയൻ പിന്നീട് മേളത്തിന് പോയി. ഇതിലൂടെ കിട്ടുന്ന വരുമാനം കുടുംബത്തിന് ആശ്രയമായി. മേളത്തിന് പോകുമ്പോൾ ഏറെ ദൂരം നടന്ന് സ്വാധീനക്കുറവുള്ള കാൽപാദത്തിൽ തഴമ്പ് വരികയും അത് പൊട്ടിയുണ്ടായ മുറിവ് പഴുത്ത് 2 മാസം മുമ്പ് വിരലുകൾ മുറിച്ചു മാറ്റേണ്ടിയും വരികയായിരുന്നു. ഇതോടെ വിനയന്റെ ജീവിതം കൂടുതൽ ദുരിതത്തിലായി. പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും ഭാര്യ സിന്ധുവാണ് വിനയന് താങ്ങായിട്ടുള്ളത്. മാവേലിക്കര ജില്ലാ ആശുപത്രിയിലെ ചികിത്സ മാത്രമാണ് ഇപ്പോൾ വിനയന് ആശ്രയം. കൊച്ചിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിച്ചെങ്കിലും ജീവിക്കാൻ പോലും വകയില്ലാതെ കഷ്ടപ്പെടുന്ന കുടുംബത്തിന് അക്കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ഇതിനായി ഭാര്യ സിന്ധുവിന്റെ പേരിൽ ഫെഡറൽ ബാങ്ക് പുന്നമൂട് ശാഖയിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. 172300096373 എന്നതാണ് അക്കൗണ്ട് നമ്പർ. FD RL 00017223 എന്നതാണ് IFSC കോഡ്. GPay നമ്പർ 080752515882 എന്നതാണ്. CD നെറ്റ് ന്യൂസ് മാന്നാർ.